അപ്പോഴേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ഒഴിച്ച് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാവേ. ഞാനിത് ഒരാഴ്ചയെ വെക്കുന്നുള്ളൂ. ഇതിൽ ഉപയോഗിച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ട്യൂട്ടി ഫ്രൂട്ടി റെഡും എടുത്തിട്ടുണ്ട്, ഗ്രീൻ, യെല്ലോ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. അതുപോലെ മാർക്കറ്റിലും ബേക്കിംഗ് ഷോപ്പിലൊക്കെ ഇപ്പോൾ നിരവധി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വില കൂടിയതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഈ വില കൂടിയ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുമില്ലാതെ തന്നെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും അതേപോലെ അതേ ടെക്സ്ചറിലും നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നത് നോക്കാമേ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലായി കാണും എത്രത്തോളം നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിരിക്കുമെന്ന്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിൽ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായതുകൊണ്ട് എനിക്കിത് റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിത് ലേറ്റായിട്ടാണ് ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തയ്യാറാക്കി നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഉറപ്പായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ബേക്കറിയിൽ ഉപയോഗിക്കുന്നത് ഇതാണ് മാർജറിൻ. ബട്ടറിന് പകരമാണ് നമ്മൾ ഈ മാർജറിൻ ഉപയോഗിക്കുന്നത്. ഒരു ബൗളിലോട്ട് മാർജറിൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. മാർജറിൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഞാനിവിടെ അരക്കപ്പ് മാർജറിൻ എടുത്തിട്ടുണ്ട്. ഇനി അരക്കപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യാമേ. അതിനുശേഷം 2 മുട്ട ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി അത് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോ മുട്ട വീതം വേണം ഇടാനായിട്ട്. ഞാനിവിടെ 2 മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മുട്ടയും ബീറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് എസൻസ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസും വാനില എസൻസുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലം എസൻസ് കിട്ടുമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കാരമൽ സിറപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. ഇനി സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സ്പൈസസും കൂടി നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദ പ്ലസ് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതും കൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.